കുറെ റെഫറൻസ് എടുത്ത് വെച്ചാൽ ഈ റൂം കിട്ടി ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ കൂടെ ഒരു കോംപ്ലിമെന്ററി ഹസ്ബൻഡിന് കിട്ടും. അയ്യേ സാധനം ഇതാണ് ഇത് ഇഷ്ടം പിടിച്ച മനുഷ്യനാണ്. ഞാൻ സഹിക്കാതെ 10 വർഷം. Hey my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash and welcome to yet another random vlog. Okay, ഇതൊരു റാൻഡം വ്ളോഗ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് December 15th. അല്ലേ കാടാ? പ്ലീസ് കം. ഹായ് ഉറീൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നമ്മൾ എന്ത് ചെയ്യാൻ പോണെന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാൻ എന്തിന്? എന്താ വിശേഷം? അതെ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് December 15th. അപ്പൊ ഞാനിങ്ങനെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ എൻ്റെ അടുത്ത് നമുക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നു. നമ്മൾ തന്നെയാണ്, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഫോട്ടോഷൂട്ടാണ്. നമ്മുടെ സ്റ്റുഡിയോയില് കുറച്ച് മീൻസ് കുഞ്ഞു കുഞ്ഞു സെറ്റപ്പുകൾ ഉണ്ടല്ലോ, അതൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടും കൂടി ഒരു ഇന്റിമേറ്റ് ഫോട്ടോഷൂട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങള് ബാക്ക് ഡ്രോപ്പ് ഒക്കെ സെറ്റാണ്. എനിക്കറിയില്ല ഇതെങ്ങനെ ആകുമെന്ന് തന്നെ അറിയില്ല. അപ്പൊ നമ്മള് യെസ്, അപ്പൊ നമ്മളൊരു അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പൊ എനിക്ക് ഒരു ഐഡിയ. അപ്പൊ കിരണാണെങ്കിൽ വേറെ ആരെങ്കിലും ഫോട്ടോ ഒക്കെ എടുത്താൽ ഭയങ്കര ചമ്മലൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് കൊണ്ടാണ് ഞാൻ നമുക്ക് തന്നെ ചെയ്താൽ മതി എന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ ഇതിപ്പോ വൈകുന്നേരം നമ്മുടെ സ്റ്റുഡിയോയിൽ ഉണ്ടാക്കുന്നത് ഫ്രൈഡേ. 2 ദിവസം കഴിഞ്ഞ എന്താ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ബ്ലാക്ക് ബാക്ക് ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു ലുക്കാണ് എനിക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഫുൾ ബ്ലാക്ക്, ഞങ്ങളുടെ ഡ്രസ്സ് ബ്ലാക്ക്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് മേക്കപ്പ്. ബ്ലാക്ക് മേക്കപ്പ് അല്ല, ഐ മീൻ അതിന് ജെൽ ലൈഫ് ഉള്ള ടൈപ്പ് ഓഫ് മേക്കപ്പ്, അങ്ങനത്തെ സെറ്റപ്പാണ് എന്റെ മനസ്സിലുള്ളത്. അപ്പൊ ഞാൻ ആദ്യം മേക്കപ്പ് ഇടട്ടെ. മേക്കപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. യെസ്, അങ്ങനെ ഫോട്ടോഷൂട്ടിന് ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബ്ലാക്ക് ഗൗണാണ് ഇട്ടേക്കുന്നത്. ഇന്ദ്രന്ന് വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് അല്ലെങ്കിൽ ഈ കൗളിനൊക്കെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ ലിപ്സ് വളരെ സട്ടിൽ ആക്കാന്ന് ചോദിച്ചു, ബട്ട് റെഡ് ഈസ് മൈ തിങ്. ഐ ലവ് റെഡ് ആൻഡ് ഐ ക്യാൻ ഫുൾ റെഡ്. അത്ര അടിപൊളിയായിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് റെഡ്. ഓക്കെ, റെഡ് ഇസ് മൈ കളറിന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ റെഡ് തന്നെ ഇട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്ലൈറ്റ് സോഫ്റ്റ് ബ്രൗൺ സ്മോക്കി ഐസ് ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. കടപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ കടപ്പ കൊണ്ട് ബ്ലാക്ക് ഷർട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഷർട്ട് ശബരിമലയ്ക്ക് പോയിട്ട് പോണ സമയത്ത് പോയപ്പോൾ വീട്ടിൽ ബ്ലാക്ക് ഷർട്ടൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ടീഷർട്ടാണ്. എനിക്ക് ആ ഒരു എക്സിക്യൂട്ടീവ് ലുക്കാണ് മെയിൻ ചെയ്യുന്നത്. ബട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതും ഇന്നാണ് പറയണത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഐ ആം ഓൾമോസ്റ്റ് ഡൺ. ഇതെന്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഇയറിംഗ്സ് ആണ്. ആൽജോന്റെ ഇയറിംഗ്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഷൂട്ടിനൊക്കെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വേണ്ടിയിടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, ഇത്ര തന്നെ. അപ്പൊ ഇനി ഏട്ടൻ റെഡി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പയ്യെ ഷൂട്ട് തുടങ്ങാം. ഓക്കെ, നമ്മളുടെ സെറ്റപ്പ് ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഏട്ടനിവിടെ ക്യാമറ എനിക്കറിയാം. എൻ്റെ ഈ മെയിൻ ക്യാമറ വന്നിട്ട് ഫോണിലേക്ക് കണക്ട് ആവണില്ല. അത് കണക്ട് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളവളവളാന്ന് ഫോട്ടോ എടുക്കരുത്. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുത്തിട്ട് പോസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇവിടെ കുറേ നേരമായിട്ട് ക്യാമറ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് നടന്നില്ല. സോ നമ്മൾ ടൈമർ ഇട്ട് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ കപ്പ് കേക്ക്സ് ഒക്കെ ഉണ്ട് അല്ലെ, 10th വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ളത് അല്ലേ കടപ്പ? തുടങ്ങാം നമുക്ക് ഫോട്ടോഷൂട്ട്. ഓൾ ദി ബെസ്റ്റ്. ഒന്ന് ശക്തിയോടെ നിക്ക്. സ്നേഹത്തോടെ പിടിക്കും. അങ്ങനെ പിടിക്കുക. അപ്പൊ ഞാൻ ഉണ്ടാവും നിൽക്കല്ലേ. പോസ്റ്റ് മാർക്കല്ലേ. ഇപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും പിൻട്രസ്റ്റിൽ നമ്മൾ കുറെ റെഫറൻസ് എടുത്ത് വെച്ചാൽ ഫോട്ടോഷൂട്ട് ആക്ച്വലി ഭയങ്കര ഈസിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ സ്പെയർ ക്യാമറ ഒന്ന് ഓണാക്കിയിടുള്ളൂ. ബാക്കിലുണ്ട് സ്പെയർ ക്യാമറ, ബാറ്ററി സ്പെയർ ക്യാമറ ബാറ്ററി. നമുക്ക് ഇങ്ങനെ എടുക്കാം. നമ്മളിങ്ങനെ കുറച്ച് ഫോട്ടോസ് കണ്ട ഇൻട്രസ്റ്റിൽ ഇങ്ങനത്തെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ എടാ, വി വിൽ ടേക്ക് സംതിങ് ലൈക്ക് ദിസ്. സീ അതൊന്ന് ലൈറ്റ്. ഓക്കെ നോക്ക് അങ്ങനല്ലേ. നീ തിരിഞ്ഞ് നിൽക്കണം. പോസ് ചെയ്യാൻ ശരിയാണോ നമ്മുടെ കേട്ടോ. ഇങ്ങോട്ട് നീങ്ങി ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പോലെ ഞാനൊക്കെ എങ്ങനെ പിടിക്കണം. അങ്ങനെ ഫേസ് ചെയ്യും. അങ്ങനെ നിന്നോട്ടോ, മാറില്ലേ, അവിടെ തന്നെ നിന്നോ. തിരുമണി ചേച്ചോ പോകാം.
അയ്യോ ഞാൻ ഇങ്ങനെ വലിഞ്ഞു പോയി. ഒന്നും കൂടെ ഞാൻ ഇത്രയും കൂടി കിട്ടണം. അത്ര നിക്കണേ, അങ്ങനെ അങ്ങനെ നിക്കണോട്ടാ. അപ്പളേ ഇങ്ങനെ നിക്കണേ, ഞാൻ പോയി ഉണക്കും. ചിരിപ്പിക്കല്ലേ, എന്നെ ചിരിപ്പിച്ചിട്ട് മാറിപ്പോയി. ആ ബോസ് എടുത്തിട്ട് ഒന്നും കൂടെ ഇല്ല. നീ എന്നെ നോക്കിക്കോ, സന്തോഷത്തോടെ നോക്കും. ഇങ്ങനെ നിക്കട പിടിക്കണ എന്നെ മുടിയില്ല നോക്ക്. ഇങ്ങനെ എവിടെ ഇങ്ങനെ മുട്ടിക്കുന്നുണ്ട് നമ്മള്. അത് ഞാൻ നോട്ടാ. പിന്നെ വേറെ ബോസ് എടുക്കട്ടെ. കണ്ടോ അങ്ങനല്ല, കഴുത്തിനല്ല ഇങ്ങനെ പിടിക്കണം. കണ്ടോ അവ അങ്ങനെയാണ് പിടിക്കുന്നത്. പോസ് മറന്നു വരുന്നത്. അയ്യോ നല്ല ഫോട്ടോ അല്ലേ? അതുകൂടി പോസ് നോക്കട്ടെ, നോക്കാണ്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നോട്ടോ വെച്ചത്. നമ്മള് എന്നിട്ടാണ് ഒരു കുഞ്ഞി കപ്പ് കേക്കിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഐ മീൻ കുഞ്ഞി കപ്പ് കേക്ക് വെച്ചിട്ടാണ് തോന്നുന്നേരം. ഇത് നമ്മൾ വാങ്ങിയിട്ട് വന്നതാണ്. ഏത് കപ്പ് കേക്ക് സൈസ് ആദ്യം നമ്മൾ ഒരിടത്ത് അടുത്ത് പോയി. അപ്പൊ നമുക്ക് ഇത് കിട്ടി. പക്ഷെ നമ്മൾ ഈ 10 എഴുതുന്നത് നിൽക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് വേറെ ബേക്കറി പോയിട്ട് നമ്മൾ ഈ വലുത് വാങ്ങിട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മള് ഇനി ഇതിങ്ങനെ കത്തിച്ച് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ. അല്ല കണപ്പ യു എൻജോയിങ് ഷൂട്ട്? കണവനെ കൊണ്ട് ഞാൻ കണവന്റെ പല ഭാഗങ്ങളും വാരി വിതറിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത്. 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി വേണ്ടൊന്നും പറയാത്തത് അതല്ലേ സത്യം അല്ലേട്ടാ? ഇനി അടുത്ത വർഷം വരുന്നത് ഫോട്ടോഷൂട്ടിന്. അപ്പൊ നമ്മൾ ഈ കപ്പ് കേക്കിന്റെ അകത്ത് നമ്മൾ ഈ സാധനം കാണിച്ചു തരാം. നമ്മുടെ ഈ നമ്പർ ക്യാൻഡിൽ കുത്തി വെച്ചിട്ട് വേണം നമുക്ക് ഇനി ബാക്കി ഷൂട്ടുകളും ഫോട്ടോസും എടുക്കാൻ വേണ്ടിട്ട്. സോ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. അങ്ങനെ അയ്യോ സോറി. യെസ്, അങ്ങനെ ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറിയുടെ ഫോട്ടോഷൂട്ട് ഇവിടെ തീർന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് ദി എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് യുവർ വൈഫ്? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അല്ലെ സൂപ്പർ അല്ലേ? വേണ്ട എന്റെ പറഞ്ഞ ബ്ലാക്ക് എല്ലാം കൂടി നമ്മളെ കാണില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ പൊളിയായിട്ടില്ലേ ഫോട്ടോസ്? കണ്ട എനിക്ക് എന്തൊരു കഴിവാന്ന് നമുക്ക് ദൈവം വാരിക്കൊരുത്തുന്നത്. എന്താ ചെയ്യാനാ? അപ്പൊ എന്തായാലും നമ്മുടെ ഡേ 1 വൈൻഡപ്പ് ചെയ്യാണ്. യെസ്, നാളെ പിന്നെ അമ്മ വരും, കിരണിന്റെ അമ്മ വരും. അപ്പോ എക്സൈറ്റഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറ്റി പോവാണ്. മീൻ വയൽ നിങ്ങൾ ഫോട്ടോ ആൻഡ് വീഡിയോ കാണൂ. Day 2 of our wedding anniversary celebration. ഇത് നമ്മള് 14th of December ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് എവിടെയാണ്? പറയട്ടാ, ITC-യിലാണ് നമ്മൾ ഇന്ന് സ്റ്റേന് ബുക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് ഇന്ന് ഈ പ്രാവശ്യത്തെ സ്റ്റേന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വിത്തൗട്ട് കിഡ്സ് ആണ് പോകുന്നത്. എക്സൈറ്റഡ് ആണോ കണ്ടപ്പോ? നീ അത്രക്കങ്ങടെ എക്സൈറ്റഡ് അല്ലെന്ന സാധനം. ഞാൻ എക്സൈറ്റഡ് ആണ് കേട്ടോ. ബിക്കോസ് ഞങ്ങൾ ആക്ച്വലി ബേബി മൂണിന് പോയതായിരിക്കും നമ്മള്, അല്ലെ? ഉണ്ണിക്കുട്ടീനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തുള്ള ബേബി മൂണിനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി മാത്രമായിട്ടുള്ള ഒരു സ്റ്റേന് വേണ്ടി പോയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ട് കൂടി ഇല്ല. ഇല്ലേ? നമ്മൾ രണ്ടുപേരും മാത്രം സ്റ്റേന് എവിടെ പോയേക്കണ്? പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള സ്റ്റേ ആണ് ഉദ്ദേശിച്ചത്. ഉണ്ണിക്കുട്ടീനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് 5 months നമ്മളൊരു ബേബി മൂൺ പോയിട്ടുണ്ടായിരുന്നു പോണ്ടിച്ചേരിയില്. അതാണ് നമ്മള് രണ്ടുപേരും കൂടി പോയ ലാസ്റ്റത്തെ ഒരുമിച്ച് പോയ സ്ഥലം.
അതിന് ശേഷം ലൈക്ക് വർഷങ്ങൾക്ക് ഒബിയസ്ലി ലൈക്ക് 10 വർഷത്തോളം ആയതിനു ശേഷമാണ് നമ്മള് 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആവാറായപ്പോഴാണ് ലൈക്ക് ആണ് നമ്മളിപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള സ്റ്റേന് പോണത്. ഞാൻ വെരി മച്ച് എക്സൈറ്റഡ് ബിക്കോസ് 9th വെഡിങ് ആനിവേഴ്സറി ആയപ്പം മുതല് ഞാൻ പറയായിരുന്നു നമ്മൾ രണ്ടുപേരും കൂടി മാത്രം എവിടെയെങ്കിലും പോകണം എന്ന് എനിക്ക് എന്തൊരു അത്യാവശ്യമായി ആവണത് പോലെ തോന്നുന്നുണ്ട്. ബിക്കോസ് നമുക്കറിയാം 2 പിള്ളേരും അല്ലെങ്കിൽ പിള്ളേരുടെ ഇടയിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ഓക്യുപ്പൈഡാണ്. നമുക്ക് അങ്ങനെ ഹസ്ബൻഡും വൈഫിനും ഒന്നും അങ്ങനെ അതിൽ സമയമൊന്നും കിട്ടാറില്ല കൂടുതൽ നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് മോളിൽ പോകുന്നല്ലാണ്ട് നമ്മൾ മാത്രമുള്ള ഒരു സ്റ്റേ ഒന്നും എനിക്ക് അതൊക്കെ വളരെ അത്യാവശ്യമാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ കഴിഞ്ഞ തവണ മുതലേ പറയാം നമുക്ക് എന്തായാലും പോകണം. 10th വെഡിങ് ആനിവേഴ്സറി. ആക്ച്വലി എനിക്ക് ട്രിപ്പ് പോകണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ സ്കൂളിന്റെ ടൈമും എക്സാം സമയം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ട്രിപ്പിനൊന്നുമുള്ള വകയൊന്നുമില്ല. ഇതൊരു തുടക്കമാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു തുടക്കം 10ാമത്തെ വെഡിങ് ആനിവേഴ്സറിന്റെ ഞങ്ങൾ മാത്രമുള്ള സ്ലീപ്പ് ഓവറിന്റെ ഒരു തുടക്കമാകണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. സത്യം പറഞ്ഞാൽ എനിക്ക് ട്രിപ്പ് എവിടെയും പോകണം എന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ITC വിൻസ്റ്റർ അല്ലെ, വിൻസ്റ്റർ ലക്ഷറി 5-star ഹോട്ടൽ. അപ്പൊ നമ്മളവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ഇതിൽ ലേറ്റ് ചെക്കിൻ ആണ്. നമ്മളുടെ ചെക്കിനേക്കാളും ലേറ്റ് ആണ്. നമ്മള് 3 o'clock നമ്മളുടെ ചെക്കിൻ. പക്ഷെ നമ്മള് 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിന് ഇവിടെ നിന്ന് ഒരു നല്ല ദൂരമുണ്ട്, ഒരു 1.5 മണിക്കൂർ ബിക്കോസ് ഓഫ് ട്രാഫിക്. അല്ലെങ്കിൽ ഒരു 19 kilometers ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പ്ലാൻസ് നമ്മളവിടെ ചെന്ന് പറയുന്നതായിരിക്കും അല്ലെ കണപ്പാ. യെസ്. പിന്നെ പിള്ളേരുടെ അടുത്ത് 2 അമ്മമാരുണ്ട്. ഓക്കെ, കിരണിന്റെ അമ്മ ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് നാളെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ, അതിന് വേണ്ടി വന്നതാണ് അമ്മ. അപ്പൊ അമ്മയുണ്ട്, എന്റെ അമ്മയുണ്ട്. സോ ദേ ആർ സോർട്ടഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് പീസ്ഫുള്ളി പോയിട്ട് വരാം. അപ്പൊ അവർ രണ്ടുപേരും അവിടെ 2 അച്ഛമ്മയുടെ അടുത്തും അമ്മയുടെ അടുത്തും ഹാപ്പിയാണ്. സോ നമുക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം പോലില്ല അല്ലേടാ. We should like Indian attire. We should try Indian attire, like Indian dresses. We should. എന്റെ പേരിലാണ് ഇവരിവിടെ എഴുതി കാണിക്കുന്നത്. താങ്ക് യു. എന്റെ പേരിലാണ് കേട്ടോ ബുക്ക് ചെയ്തത്. ഡിയർ ഐശ്വര്യ MS എന്നിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, താങ്ക് യു ITC ഹോട്ടൽ. താങ്ക് യു സോ മച്ച് എന്നെ പ്രത്യേകിച്ച് നിങ്ങൾ കൺസിഡർ ചെയ്തതിന്. യെസ്, നമ്മൾ അങ്ങനെ ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ്. അടിപൊളിയായി കേട്ടാ, സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ക്വിക്ക് റൂം ടൂർ തരാം. റൂം ടൂർ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇങ്ങനെ കയറി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഇങ്ങനെ ബാഗൊക്കെ വെക്കാം. ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെയാണ്. ആൻഡ് ഇതിന്റെ ലെഫ്റ്റ് സൈഡില് oh my god, the bathroom is so pretty. മിറർ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഓക്കെ, ഇവിടെ we can dump അപ്പി. ഓക്കെ, എനിക്കൊരു ഫോട്ടോ എടുക്കാൻ മതിയായിട്ട്. ആൻഡ് ദെൻ വി ഹാവ് പുറത്തേക്കാണല്ലേ, സോറി, ബാത്ത് ഏരിയ അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, മൊത്തത്തിൽ സൂപ്പർ. ഓക്കെ, ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓ, വുഡൻ കോം, ബ്രഷ്, ബാത്തിങ് ബാർ, ബോഡി സീറം, പിന്നെയും ബാത്തിങ് ബാർ. ഓ മൈ ഗോഡ്, കംഫർട്ടബിളി നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയ കുറച്ച് സാധനങ്ങൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ വി ഹാവ് വാട്ടർ, കോഫി ഉണ്ടാക്കാനും ടീ ഉണ്ടാക്കാനും അതിനുള്ള സാധനങ്ങളും ബഹുലമായ സംഭവങ്ങളും ആൻഡ് ഓൾസോ ബിഗ് മിറർ. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കും ഒരു അടിപൊളി ബെഡ് സൂപ്പർ ആയിട്ടുണ്ട്. ആൻഡ് ആ കോർണറിൽ നമുക്ക് കോംപ്ലിമെന്ററി ഹസ്ബൻഡ് ഈ റൂം ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ കൂടെ ഒരു കോംപ്ലിമെന്ററി ഹസ്ബൻഡ് കിട്ടും. താങ്ക് യു. ആൻഡ് പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്യാം. ടേബിളുണ്ട്. ആൻഡ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് എ ഗാർഡൻ ഫേസിങ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടാ. എനിക്ക് ഓപ്പൺ ചെയ്യണം. ഡിയർ ഗൈസ്, കീപ് ദ വിൻഡോ ക്ലോസ് ടു അവോയ്ഡ്. അപ്പൊ തുറക്കാൻ പറ്റും. കീപ് ദ വിൻഡോ. എനിക്ക് തുറന്ന് കാണണം. പക്ഷെ ഈ വ്യൂ കൊള്ളാട്ടോ, നല്ല ഭംഗിയില്ലേ. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടാ. പോകാൻ പറ്റുമോ? നമ്മൾ അങ്ങോട്ടൊക്കെ പോവാം കേട്ടോ.
കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. യെസ്, അപ്പൊ അങ്ങനെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻസ് കാലതായിരുന്നു നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻസ്. അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് അല്ലേ കാണുമ്പോ. ഇനി എന്താ നമ്മളുടെ നെക്സ്റ്റ് പ്ലാൻ? വാട്ട് ആർ ദ പ്ലാൻസ് ഫോർ ദ ഡേ? അതെ, അതാണ് സത്യം. റെസ്റ്റ് എടുക്കുക, ഫുഡ് കഴിക്കുക, വീണ്ടും റെസ്റ്റ് എടുക്കുക, ഉറങ്ങുക, എണീക്കുക, പോവുക അല്ലെ. റെസ്റ്റ് എടുക്കാനാണ് നമ്മൾ വന്നത്. അപ്പൊ ഞങ്ങൾ റെസ്റ്റ് എടുക്കട്ടെ അല്ലേ. ഹലോ എവ്രിബഡി, ഇപ്പൊ ഒരു 7 o'clock കഴിഞ്ഞു. ഞങ്ങൾ ഇനി ഞങ്ങളുടെ ആനിവേഴ്സറി ഡിന്നറിന് പോകാൻ വേണ്ടി റെഡി ആവാൻ വേണ്ടി പോകട്ടോ. പിന്നെ ഓൾറെഡി ഡ്രസ്സ് ചെയ്തു. ഡ്രസ്സ് എന്താ പറയാ, നമ്മുടെ സബ്സ്ക്രൈബർ ഒരു ഫ്രണ്ട് സെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ബോക്സ് ഫുൾ ഓഫ് സാധനങ്ങൾ. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ഡ്രസ്സാണ് ഞാൻ ഇന്നിട്ടേക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് എടുത്തിരുന്നത്. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ കംഫർട്ടബിൾ, എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആണ്. വൺസ് അഗൈൻ എടാ താങ്ക് യു സോ മച്ച്. ഞാൻ ഇങ്ങനെ നല്ലൊരു ഒക്കേഷന് വേണ്ടിയിട്ട് ഈ ഡ്രസ്സ് സേവ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ആൻഡ് ദിസ് ലൈക് ടുഡേ ഈസ് ദ പെർഫെക്റ്റ് ഡേ. ഞങ്ങളുടെ ആനിവേഴ്സറി ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മളത് ഞാൻ എടുത്തിട്ടേക്കുവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി വേറെ ബ്ലാക്ക് ഡ്രസ്സാണ് എടുത്തത്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, നമുക്ക് എന്തായാലും ഇത് ഇതല്ലോ എന്ന് വിചാരിച്ചത്. അപ്പൊ അങ്ങനെ ഞാൻ എന്താ പറയാ, ഇതാണ് ഇടുന്നത്. ഓക്കെ, ഞാനിപ്പോ വേഗം തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് ആവട്ടെ. അട്ട നമ്മൾ എവിടെയാണ് ഡിന്നറിന് ബുക്ക് ചെയ്തേക്കുന്നത്? പാൻജിയോ. Let's go. നമ്മൾ ഓൾമോസ്റ്റ് എത്തി ഷോപ്പിൽ. ഇവിടെയാണ് നമ്മൾ വന്നേക്കണേ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ആനിവേഴ്സറി ഡിന്നർ? നന്നായിരുന്നാ? വയറൊക്കെ നിറഞ്ഞാ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സ്റ്റേ? അടിപൊളി അല്ലേ? നല്ല സൂപ്പർ ഒക്കെ ഉണ്ട് കേട്ടോ. അടിയിലൊക്കെ നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചേക്കണം, നല്ല രസമുണ്ട്. ഞങ്ങളൊരു 11:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഇപ്പൊ വന്നോളൂ. ഏട്ടൻ മാത്രം പെട്ടെന്ന് ഡ്രസ്സ് മാറി. എനിക്ക് ഇനിയും ഡ്രസ്സ് മാറണം. അപ്പോ എന്റെ ഡ്രസ്സിന്റെ ഫോട്ടോസിനെ ആഡ് ചെയ്യാട്ടോ. ലോങ് ഇങ്ങനത്തെ ഇത് നമ്മുടെ വ്ളോഗ് മാതിരി നമ്മൾ എടുത്തില്ല. ഇനി നമ്മൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ്. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, നല്ല തണുപ്പായിരുന്നു. ഓൾസോ ചെറിയ ഡിസ്റ്റൻസ്, അതായത് നമ്മളിപ്പോ സ്റ്റേ ചെയ്യണ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി, അല്ലെങ്കിലൊക്കെ അങ്ങോട്ടേക്ക് അധികം ദൂരമില്ലാത്തതുകൊണ്ട് ക്യാബ്സ് ഒന്നും എടുക്കുന്ന കൂടി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഓട്ടോയ്ക്ക് വരേണ്ടത് ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പുറത്തിറങ്ങി. ഓക്കെ, അകത്തേക്ക് നമ്മൾ ഓട്ടോയിൽ വന്നില്ല. ഇനി നമ്മള് ജസ്റ്റ് ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. നല്ല ടയേർഡായി. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്, നാളെ കാണാം. ബൈ. ഹലോ, ഗുഡ് മോർണിംഗ് എവ്രിബഡി. ശരിക്കും നമ്മളുടെ വെഡിങ് ആനിവേഴ്സറി ഇന്നാണ് കേട്ടോ, December 15. കണ്ടപ്പോ ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി ആർക്ക്? ഹാപ്പി 10 years ഓഫ് ടുഗദർനെസ്. 10 അല്ല, നമ്മള് 14 ആണ്. നമ്മള് 4 വർഷം ഡേറ്റ് ചെയ്ത ശേഷം കല്യാണം കഴിച്ച് നമുക്ക് കൗണ്ട് ചെയ്താൽ മതി അല്ലേ? അതെ, അയ്യോടാ, അപ്പൊ 4 വർഷം ഞങ്ങള് നേരത്തെ എണീറ്റ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇന്ന് ആക്ച്വലി ഒരു കല്യാണം ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് വീട്ടിൽ പോകണം.
പക്ഷെ ഐ വോക്ക് അപ്പ് വിത്ത് പീരിയഡ്സ് എന്നുള്ളതാണ് സത്യം. ഇന്ന് എനിക്ക് രാവിലെ എണീറ്റപ്പോൾ തന്നെ പീരിയഡ്സ് ആയി. സോ ഐ എം സോ ടയേർഡ് ടു ബി ഓണസ്റ്റ്. ഭയങ്കര ടയേർഡായി ഞാൻ രാവിലെ എണീറ്റു, നന്നായിട്ട് മേലൊക്കെ കഴുകി സെറ്റായി. അപ്പൊ ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ഇനി കല്യാണത്തിൽ പോകണോ വേണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അപ്പോൾ ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് അങ്ങനെ പോയാൽ മതിയല്ലോ ഡ്രസ്സ് മാറിയിട്ട്. ഇനി അവിടെ പോയിട്ട് ഇനി വേറെ കുളിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു, ഡ്രസ്സ് മാറി, ഇനി ജസ്റ്റ് ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പോകാൻ വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് നോക്കാൻ. സോ ഇവിടെ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ വേഗം ചെറുപറാന്നൊന്ന് റെഡി ആവട്ടെ. യെസ്, അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഭയങ്കര പീരിയഡ്സ് ആയിട്ട് ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ് അറ്റ് ഓൾ എന്ന് പറയില്ലേ, അതന്നെ അവസ്ഥ. ആകെ ടയേർഡായിട്ട് അമ്മ ഒരു രക്ഷയില്ല, ടു ടയേർഡ്. ആൻഡ് സക്സസ്ഫുള്ളി എൻ്റെ എന്താണ് കോൾഡും ചുമയും 3ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ് ടു മീ. 3 ആഴ്ചത്തോളം ഞാൻ ഈ കോൾഡും ചുമയും നടക്കാൻ വേണ്ടി നോക്കട്ടെ. ചുമ മാറിയിട്ട്, പക്ഷെ എൻ്റെ സൗണ്ട് അത്ര ശരിയായിട്ടില്ല, കോൾഡും ഉണ്ട്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ 3ാമത്തെ ആഴ്ചയിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. എനിവേസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പോയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം, കഴിക്കാൻ. ഓക്കെ, ഹലോ, നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഫുള്ളും ഇവിടെ ഓപ്ഷൻസ് ആണ്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ആൾക്കാർ ഭയങ്കര ക്രൗഡഡ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വ്ളോഗൊന്നും ചെയ്യുന്നില്ല. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, സൗത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ, സാലഡ്, ഫ്രൂട്ട് അല്ല എന്താ ഇല്ലാത്ത ജ്യൂസസ്, കോഫിക്ക് വേറെ സെപ്പറേറ്റ് കൗണ്ടേഴ്സ്, എഗ്ഗിന് വേറെ കൗണ്ടേഴ്സ്. അടിപൊളി അല്ലേ, നല്ല ഫുഡും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. എല്ലാം നല്ല യമ്മിയായിട്ട് കേട്ടോ. ഭയങ്കര ക്രൗഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അധികം എനിക്ക് തന്നെ ഒരു ചമ്മൽ വന്ന് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഫുഡ് ഇസ് സോ ഗുഡ്. ഞാൻ ആദ്യം പാൻ കേക്ക്സ് എടുത്തു, ഭയങ്കര ടേസ്റ്റി പാൻ കേക്ക്. അതിനുശേഷം പനീർ പൊറാട്ട അവർ ചൂടായിട്ട് കൊണ്ട് അവിടെ ഇതിൽ വെക്കണം. അപ്പോൾ ഞാനതും കുറച്ച് ചോള കറി എടുത്തു. ഇനി ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് കുറച്ച് ഇംഗ്ലീഷിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ. കുറച്ച് സോസേജസ് ഉണ്ട്, പോർക്ക് സോസേജ്, ചിക്കൻ സോസേജ്, ബേക്കൺസ് ഉണ്ട്. അതിലേക്ക് എനിക്ക് കിടക്കണം. അതൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണ്. ഇഡ്ഡലിയൊക്കെ ഉണ്ട് കേട്ടോ, ഇഡ്ഡലി, ദോശ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പൊങ്കൽ, ഉപ്മാ, കേസരി ഉണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് വേണ്ട, അതൊക്കെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. നമുക്ക് സ്ഥിരം കിട്ടാത്ത സാധനങ്ങളായിട്ടുള്ള ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി സോ ഗുഡ് കേട്ടോ. നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം തിരിച്ചു വന്നു. എനിക്ക് അറിയാമോ, എനിക്ക് ഈ വാഷ്റൂമിൽ ഈ മിററായിട്ടൊരു ഒബ്സെഷൻ ആയിപ്പോയി. ഐ വിൽ ഡെഫിനറ്റ്ലി മിസ് യുഡാ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നല്ലോണം സൂപ്പറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പം നമ്മൾ ചെക്ക് ഔട്ട് വിളിച്ചു പറഞ്ഞു. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, സെറ്റപ്പ് അല്ലേ? പിന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് ബാക്കി. ഇനി അങ്ങനെ വലിയ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ബിക്കോസ് അതാണ് നമ്മൾ രണ്ടുപേരും കൂടി വന്നത്. ഈ വർഷത്തെ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി മാത്രം വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഇറ്റ് വാസ് അമേസിങ് എന്ന് തോന്നുന്നു. ചോദിച്ചു നോക്കട്ടെ, കണ്ടപ്പോൾ ഇത് അമേസിങ് ആയിരുന്നോടാ? സൂപ്പർ ആയിരുന്നു അല്ലേ? പോലെ തീർക്കട്ടെ. അപ്പൊ അടിപൊളിയായിരുന്നില്ലേ? അപ്പൊ ഇതോടെ നമ്മുടെ 1, 2, 3 ദിവസത്തെ വ്ളോഗ് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ നമ്മൾ കേക്ക് കട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ കേക്ക് കട്ടിങ് കൂടി ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മളുടെ ഈ ചെക്കൗട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വേറെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എക്സ്ക്ലൂസീവ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ വെഡിങ് ആനിവേഴ്സറി വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ, കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള അല്ലേ? ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം നമുക്ക് നമ്മൾ രണ്ടുപേരും മാത്രം. ഇനി നമുക്കതൊരു സ്ഥിര പരിപാടിയാക്കാം. അയ്യേ, സാധനം ഇതാണ് ദുഷ്ടം പിടിച്ച മനുഷ്യനാണ്. ഞാൻ സഹിക്കാതെ 10 വർഷം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ, ബൈ. ആൻഡ് ഓൾസോ കുറേ പേര് വെഡിങ് ആനിവേഴ്സറിക്ക് വിഷസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും തലേദിവസം മുതൽ നമ്മൾ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തലേദിവസം മുതലേയും പിന്നെ പോസ്റ്റിന്റെ അടിയിലും എല്ലാത്തിലും കുറേ വിഷസ് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി ഇതിന്റെ അടിയിലും കമന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാവർക്കും ഹഗ്സ് ആൻഡ് കിസസ്. ഉമ്മ. താങ്ക് യു.